ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ EMS കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അത് പറഞ്ഞോട്ട് തന്നെ, അത് അവർ പറഞ്ഞാൽ ആവില്ലല്ലോ. ഏറ്റവും യോജിച്ച പേര് അത് പിണറായി വിജയനാണ്. അതാണല്ലോ ഞാൻ 5 കാര്യം പറഞ്ഞു. മസ്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ? തല കുനിച്ച് താഴേക്ക് നോക്കിയിരുന്നു, മറുപടി പറഞ്ഞില്ല. എല്ലാത്തിനും മറുപടി പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി? പറഞ്ഞില്ലല്ലോ. എന്താ പറയായിരുന്നത്? 77 RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ബന്ധം? പിണറായി വിജയന് RSS ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി. സംഘപരിവാറുമായിട്ടുള്ള പിണറായി വിജയൻ്റെയും കേരളത്തിലെ CPMൻ്റെയും ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി. എന്തിനാണ് ഈ നിർമ്മല സീതാരാമനുമായി പ്രഭാത ഭക്ഷണത്തിന് ഈ ഗവർണർ രാജേന്ദ്ര RSSകാരനാണല്ലോ, അറിയാലോ RSSകാരനാണെന്ന് നേരത്തെ. RSSകാരനായ രാജേന്ദ്ര അർളക്കർ എന്തിനാണ് ക്ഷണിച്ചത്? RSSകാർ വന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങളല്ലേ എതിർത്ത്? അന്ന് മിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ. അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ രാജ്ഭവനെ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം? ചെയ്തില്ല. അപ്പോൾ കേരളം മുഴുവൻ ഭരണം കൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു തരിപ്പണമായി, ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി, വിദ്യാഭ്യാസ രംഗം കുളമായി, മലയോരത്ത് വന്യജീവി ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു, തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്, കേരളം മുഴുവൻ ലഹരി മാഫിയയുടെ കൈകളിലാണ്. ഇതാണ് ഭരണത്തിൻ്റെ ബാക്കി പത്രം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമര ആഭാസങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. മറ്റൊരു വിഷയത്തിലാണ്, വണ്ടൂരിൽ CPMന്റെ നേതൃത്വത്തിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന്റെ കൈവിട്ടും എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം. ഞാനതാണ്, ഈ CPM എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിൻ്റെ കൈ വെട്ടിക്കളയും CPMനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? നിങ്ങളറിയണം, മാധ്യമപ്രവർത്തകർ, ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം, ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് ഇത് ഡൽഹിയല്ല, കേരളമാണ്. ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് CPM. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞത്, ആ കൈവെട്ടും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ, നേതൃത്വം കൊടുത്തവരെ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയൻ്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPM അല്ലേ? ഇവിടെ പ്രകടനം നടത്തിയേനെ. ഡൽഹിയിൽ സംഘപരിവാറാണ് ഇത് നടത്തിയെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയേനെ CPMകാർ. ഇവിടെ സംഘപരിവാറിൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാല് വെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ള വിരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPMകാരെ, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്, ജനാധിപത്യ കേരളം. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി, മന്ത്രിമാർക്കെതിരായി സമരം ചെയ്താൽ പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിലിറങ്ങി നടക്കില്ല. നീ കൈവെട്ടും കാലുവെട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെയും പ്രകടനം നടത്ത്. ഞങ്ങൾ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുകയാണെന്ന് പറഞ്ഞേ, പുറത്തിറങ്ങാതെ. ഇവരെ പേടിച്ചിട്ട് ഇവരെ ഒരാൾക്കും പേടിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ, ബംഗാളിൽ ഇതുപോലെയായിരുന്നു. അവസാന വർഷം, അവസാനത്തിൻ്റെ ആരംഭം. കേരളത്തിലെ CPM ഭരണത്തിൻ്റെ അവസാനത്തെ ആരംഭം. ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ EMS കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോ കമന്റ്സ്. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനല്ലേ പ്രവർത്തിക്കുന്നത്?
എനിക്ക് ഒരു അഭിപ്രായം അതിൻ്റെ അകത്ത് പറയാനില്ല. നോ കമൻസ്. ഈ നെയ്യാറ്റിൻകരയിലെ പൊള്ളലേറ്റ് വെച്ച ദമ്പതികളുടെ മകൻ ഇപ്പോൾ ശവക്കല്ലറ ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടേ ഗവൺമെൻറ്? പാവങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക സർക്കാർ. 10 ലക്ഷം നേരത്തെ പ്രഖ്യാപിച്ചു, ഇതുവരെ കൊടുത്തിട്ടില്ല പൈസ. ഈ വന്യജീവി ആക്രമണത്തിലൊക്കെ പലർക്കും പൈസ കൊടുത്തിട്ടില്ല. നിങ്ങളിതിപ്പോൾ 1 വർഷം പൂർത്തിയാക്കാൻ പോവാണ്. വയനാട്ടിൽ 742 കോടി രൂപ ബാങ്കിലിട്ടിരിക്കുകയാണ്. വാടക കൊടുക്കുന്നില്ല. വാടക, രോഗത്തിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്നില്ല. പിള്ളേർക്ക് പഠിക്കാൻ സഹായിക്കുന്നില്ല. 742 കോടി രൂപ ബാങ്കിലിട്ടിട്ട് 1 വർഷം പൂർത്തിയാക്കാണ് വയനാട്ടിൽ. ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് സർക്കാർ. ഞാൻ പറയല്ലോ, സർക്കാരില്ലായ്മ.